കമ്പി ഇടുന്ന ട്രീറ്റ്മെന്റ് അഥവാ ബ്രേസസ് ട്രീറ്റ്മെന്റ് ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ട്രീറ്റ്മെന്റ് ആണോ? ഇത് ഭയങ്കര പെയിൻഫുൾ ആണോ? അതോ ഇത് ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണോ? ഇത് എത്ര നാൾ എടുക്കും ട്രീറ്റ്മെന്റ് ടൈം? ഇതൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന പൊതുവായ സംശയങ്ങൾ. ഹായ്, ഐ എം ഡോക്ടർ ജിതേഷ് കേശവൻ, കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ്. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് അഥവാ ബ്രേസസ് ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, മുതിർന്നവർക്കും നമ്മൾക്ക് അവരുടെ ചിരി ഭംഗിയാക്കാനും അവരുടെ ബൈറ്റ് കറക്റ്റ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. മിക്കവരും ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് അല്ല ബ്രേസസ് ട്രീറ്റ്മെന്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആണോ എന്ന് കരുതിയിട്ടാണ്. പെയിൻഫുൾ ആണ്, പക്ഷെ അതൊരു 1 വീക്ക് നമ്മൾ എപ്പോഴും എല്ലാ മാസവും മന്ത്ലി ടൈറ്റ് ചെയ്യുമ്പോൾ 1 വീക്ക് കുറച്ചൊരു പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ ഗ്രാജുവലി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മൗത്ത് വാഷസ് അല്ലെങ്കിൽ സലൈൻ ഗാർഗിളിങ് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കുറച്ച് പെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പല്ലിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയൊരു പെയിൻ എന്തായാലും അനുഭവപ്പെടും. എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എത്ര നാളെടുക്കും ഡോക്ടറെ എന്നാണ് ചോദിക്കുന്നത്. ഇത് 12 to 24 months ഇൻ ബിറ്റ്വീൻ. 18 months ആണ് ഒരു മിനിമം ടൈം, അല്ലെങ്കിൽ 12 months ആണ് മിനിമം ടൈം. പിന്നെ ഇവിടെ സ്ഥലത്തില്ലാത്തവർ, അത് ദൂരെ വർക്ക് ചെയ്യുന്നവർ അല്ല ദൂരെ സെറ്റിൽ ആയ ആൾക്കാർക്ക് നമുക്ക് ഇപ്പോൾ സമയം കുറച്ച് അലൈനേഴ്സ് എന്നൊരു ട്രീറ്റ്മെൻറ്റ്, ബ്രേസസിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യുന്നതാണ് അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ്. അത് ഉപയോഗിച്ച് നമ്മൾ സമയം കുറച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ കമ്പിയിട്ട് നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ വെറുതെ ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമല്ലേ കമ്പിയിടുന്നത്? കമ്പിയിടുന്നത് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഓറൽ ഹൈജീൻ അത് പല്ലിന് കേട് വരുന്നതൊക്കെ, ഇപ്പോൾ നിറ തെറ്റിയ പല്ലുകളൊക്കെ ആണെങ്കിൽ കേട് വരാൻ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ ശരിയാക്കാൻ നമ്മൾ പല്ല് നേരെയാക്കി കഴിഞ്ഞാൽ, ലെവലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കേട് വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. കടിയൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനും പറ്റും. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ അഥവാ സംശയങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ബ്യൂട്ടിഫുൾ സ്മൈൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഭയങ്കര പെയിൻഫുൾ അല്ല, തികച്ചും കുട്ടികൾക്ക് മാത്രം ഉള്ളതല്ല, ഇത് ചെറുപ്പക്കാർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ഭംഗിക്ക് വേണ്ടി മാത്രമുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങളും സംശയങ്ങളും അറിയാൻ വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക.